Good morning, sir. Yes, good morning. Good morning, sir. 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 Okay, good morning. Okay, look, ആരംഭിച്ചാലോ? Let us start. Okay, sir, we can start. Okay, sir. Okay, Meghana, very good, very good. We can start. Okay, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റൈറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സ്റ്റോറി പറഞ്ഞു. ആ സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള കേസ് നമ്മൾ സൂചിപ്പിച്ചു. ഇനി അതിൻ്റെ അകത്ത് ഒരു 2 കാര്യങ്ങൾ ബാലൻസ് വെക്കുന്നുണ്ട്. ആ ബാലൻസ് വെക്കുന്നത് ഒരു ഒഫീഷ്യൽ ലെറ്റർ എന്താണ്, ഒരു ഫ്രണ്ട്ലി ലെറ്റർ എന്താണ് എന്നുള്ള കാര്യം ബാലൻസ് വെക്കുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം, ലാസ്റ്റ് ആകുമ്പോൾ നോക്കാം, അല്ലെങ്കിൽ അതിന്റെ സമയം കുറച്ച് അധികം പോകും. അപ്പൊ അതുകൊണ്ട് സമയം കഴിഞ്ഞിട്ട് നോക്കാം. ഇന്ന് നമ്മൾ പുതിയൊരു യൂണിറ്റ് നോക്കിയാണ്. യൂണിറ്റ് നമ്പർ 13 ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന വേർഡാണ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് നിങ്ങളൊരു പക്ഷേ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. 2 വ്യത്യസ്തമായ വാക്കുകൾ നമ്മൾ ചേർന്ന് കഴിയുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് വേറൊരു അർത്ഥം വരുന്ന രീതിയിലുള്ള വാക്കുകളെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. മീന, ഡെല്ല ആയാലും കുഴപ്പമില്ല. ഡെല്ല യെസ്. അഞ്ജു, രാകേഷ്? Yes, sir. ഓക്കെ, അപ്പൊ അഞ്ജു, ഞാനൊരു വാക്ക് ചോദിക്കുകയാണ്. ലുക്ക് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ലുക്ക്, നോക്കുക. ഓക്കെ, നോക്കുക. ഓക്കെ. ആഫ്റ്റർ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? ശേഷം. ഓക്കെ, ശേഷം. കറക്റ്റ്. ഞാൻ ചോദിക്കും, ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോഴോ? എന്താ സർ? ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോഴോ? ലുക്ക് നോക്കുക, ആഫ്റ്റർ ശേഷം. ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോഴോ? നോക്കിയ ശേഷം അല്ലേ? ഇതാണ് പെട്ടെന്ന് പറയാനായിട്ട് തോന്നുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് നമുക്ക് തോന്നുന്ന വേർഡ് അർത്ഥം ഇതാണ്. ലുക്ക് നോക്കുക, ലുക്ക് ആഫ്റ്റർ ശേഷം. ലുക്ക് ആഫ്റ്റർ നോക്കിയ ശേഷം എന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും. പക്ഷേ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രൊട്ടക്ട്, ടേക്ക് കെയർ ഓഫ്, സംരക്ഷിക്കുക എന്നാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്ന വേർഡുകളല്ല, അതിന് പറയുന്ന പേരാണ് ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ് എന്താണ് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലുക്കും ആഫ്റ്റർ ചോദിച്ചത്. ലുക്ക് നോക്കുക, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം. ഇപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ നോക്കിയ ശേഷം എന്ന് പറയും. നോക്കിയ ശേഷം തല്ല, മറിച്ച് ലുക്ക് ആഫ്റ്റർ മീൻസ് ടേക്ക് കെയർ ഓഫ് ഓർ പ്രൊട്ടക്ട് എന്നതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ അത് കുറച്ച് വേർഡുകൾ നമ്മളൊന്ന് വായിച്ചു പോവുകയാണ്. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ഒരു സെന്റൻസ് ഇപ്പൊ പ്രൊട്ടക്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ഒരു വാചകം കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പ്രൊട്ടക്ടിന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട്
ഈ പ്രൊട്ടക്ട് എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് താഴെ പറയുന്നവയിൽ ഏത് ഫ്രേസ് ആണ് ഇവിടെ അനുയോജ്യമായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രേസ് പൂരിപ്പിക്കുക എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാകും. അപ്പൊ അതാണ് ഇതിനകത്ത് ചോദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ആരെങ്കിലും ഒരാളെന്ന് തോന്നുന്ന ധൈര്യസമേതം ഹു ഈസ് കമ്മിങ്? ആരാണ്? ജീന. വെരി ഗുഡ് ജീന. ജീനക്ക് നല്ല ധൈര്യമെന്ന് എനിക്കറിയാം. ജീനയെ വരുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. എന്നിരുന്നാലും പിന്നെ ഞാൻ വിളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജീന, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ജീന, ഞാനിവിടെ ഇതൊന്ന് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഒന്ന് അതിനകത്ത് ഒരു 5 എണ്ണം വായിക്കുക, അതിന്റെ അർത്ഥവും പറയും. ഓക്കെ ഓക്കെ. അതിനകത്ത് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. നമുക്കത് പറയുമ്പോൾ ഞാനത് പറയാം. 1-2 സ്ഥലത്തൊക്കെ മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് തിരുത്തുകയും ചെയ്യാം. ഓക്കെ 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 ഓക്കെ. വായിച്ചതിന്റെ അർത്ഥം പറയാനാണോ സാർ? ഓക്കെ ഓക്കെ. ബ്രേക്ക് അവേ അപ്പൊ വായിക്കുന്നുണ്ട്. ഓക്കെ. റഹ്മത്ത്, ബ്രേക്ക് അവേ അതിന്റെ മീനിങ് ആണ് എസ്കേപ്പ്. ഓക്കെ. The smuggler broke away from the policeman who was holding him. ഓക്കെ, നോക്ക് ഒരു മിനിറ്റ്. ബ്രേക്ക് അവേ, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എവേ അകന്നു പോവുക. അപ്പൊ ഇവിടെ ആ ബ്രേക്ക് എവേ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം എസ്കേപ്പ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ വായിക്കുന്നവർ പറയാ ബ്രേക്ക് അവേ, എസ്കേപ്പ്. അതായത് മലയാള അർത്ഥം പറഞ്ഞേക്കാം രക്ഷപ്പെടുക. അതിന്റെ അടിയിൽ ആ ബ്രേക്ക് അവേ വെച്ചിട്ടുള്ള ഒരു വാചകം പറഞ്ഞേക്കാണ്. ദ സ്മഗ്ലർ, കള്ളൻ, ബ്രേക്ക് അവേ എന്നുള്ളൊരു പാസ്റ്റ് ടെൻസ്, ബ്രോക്ക് അവേ, രക്ഷപ്പെട്ടു. ഫ്രം ദ പോലീസ്മാൻ ഹൂ വാസ് ഹോൾഡിംഗ് ഹിം, അവനെ പിടിച്ചുകൊണ്ടിരുന്ന ആ പോലീസുകാരന്റെ പക്കൽ നിന്ന് ആ സ്മഗ്ലർ രക്ഷപ്പെട്ടു. ഓക്കെ, ഈ രീതിയിൽ അങ്ങോട്ട് വായിച്ചു നോക്കുള്ളൂ. ജീന, നെക്സ്റ്റ് അടുത്തത് വായിച്ചാ മതിയോ? വായിച്ചു. ബ്രേക്ക് ഡൗൺ, അതിന്റെ മീനിങ് ഡിസ്ട്രോയ്, ഡിഫീറ്റ്. ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, തകരുക. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. The old buses were broken down from their metal parts had been rusted. പഴയ ബസ്സുകള് തുരുമ്പിച്ച് അത് നശിച്ചു പോയി, തുരുമ്പെടുത്ത് നശിച്ചു പോയി. അതിന് നശിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ മെറ്റൽ പാർട്സ്. മെറ്റൽ പാർട്സ്. ഓക്കെ ഓക്കെ. മെറ്റൽ പാർട്സ് ഹാഡ് ബീൻ റസ്റ്റഡ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതിന്റെ അടിയിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. The agitators broke the car down. എതിർപ്പുകാര് കാറ് നശിപ്പിച്ചെന്നാണ്. കാറ് നശിപ്പിച്ചു. ഓക്കെ, മൂന്നാമത് വായിച്ചു. 3, ബ്രേക്ക് ഇൻടു, മീനിങ് എൻറ്റർ ബൈ ഫോഴ്സ്. എൻറ്റർ ബൈ ഫോഴ്സ് ആണ്. നമ്മള് ഫോഴ്സോടുകൂടി മുന്നോട്ട് കിടക്കുക. The thief broke into the house and stole all gold ornaments and money. കള്ളൻ വീടിനകത്ത് തള്ളിക്കയറി അവിടുന്ന് പണവും സ്വർണവും ഒക്കെ മോഷ്ടിച്ചെന്ന്. ബ്രേക്ക് ഓഫ്, മീനിങ് എൻഡ്, ടെർമിനേറ്റ്. എന്തെന്ന് വെച്ചാൽ അവസാനം, അല്ലെ ടെർമിനേറ്റ് എന്ന് വെച്ചാൽ എടുത്തു. ഓക്കെ, the countries have broken off relation again. Let's break off and have some. Okay okay. The countries have broken off relation again. രണ്ട് ബന്ധങ്ങൾ ഇല്ലാതിരുന്ന രണ്ട് കൺട്രികൾ തമ്മിൽ റിലേഷൻ ഉണ്ടായി, അങ്ങനെയാണോ സാർ? The countries have broken off. The countries have ended. രണ്ട് രാജ്യങ്ങൾ അവസാനിപ്പിച്ചു.
അവസാനിപ്പിച്ചു. അവര് തമ്മിലുള്ള ബന്ധം വീണ്ടും അവസാനിപ്പിച്ചു. ഓക്കെ, അടുത്തത് ലെറ്റ്സ് ബ്രേക്ക് ഓഫ് ആൻഡ് ഹാവ് സം കോഫി. ഇതിപ്പോ അവസാനിപ്പിച്ചിട്ട് നമുക്ക് കോഫി കുടിക്കാം. കുറച്ച് ആൾക്കാരൊക്കെ ഒരുമിച്ച് വർത്തനം വരും. നമുക്ക് ഈ പരിപാടി തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തിയിട്ട് ചായ പിടിച്ചിട്ട് വരാം. ഓക്കെ, വൺ വായിച്ചു. അഞ്ചാമത്തെ ബ്രേക്ക് ഔട്ട് അതിന്റെ മീനിങ് ടു ബിഗിൻ സഡൻലി, പെട്ടെന്ന് തുടങ്ങാൻ. ഓക്കെ, ബിഗിൻ സഡൻലി. ഓക്കെ, a fire broke out in the street and all the thatched houses were burned off. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? Fire broke out in the street തീ പിടുത്തം ഉണ്ടായിട്ട് ഓല മേഞ്ഞ വീടുകൾ, താച്ചഡ് എന്ന് പറയും, മേഞ്ഞ വീടുകൾ. ഓക്കെ, അതെല്ലാം കത്തി നശിച്ചു എന്ന്. She broke out in tears. അവൾ പൊട്ടിക്കരഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ജീന, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ജീന, നല്ല മനോഹരമായി പറഞ്ഞു. ടീച്ചർ പഠിപ്പിക്കുന്ന സ്റ്റൈൽ ഉണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ജീന, കീപ് ഇറ്റ്. വെരി ഗുഡ്, താങ്ക് യു സർ. ഓക്കെ. നിങ്ങൾ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇവിടുന്ന് വായിച്ചു പോവല്ല, നിങ്ങൾ നിങ്ങളുടെ നാടകീയതൊക്കെ എന്റെ അടുത്ത് ചേർത്തു മക്കളെ. ടീച്ചറിന്റെ അടുത്ത് വാക്ക് പറയാണ് ബ്രേക്ക് ത്രൂ. അത് ദോന്ന എഴുതിയേക്കുന്നത്, അത് ത്രൂ എന്ന് വായിക്കണം. ഓക്കെ, അത് സ്പെല്ലിംഗ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഹു ഈസ് നെക്സ്റ്റ്? അടുത്ത് വരുന്ന ആരാണ്? ജീന വന്നതുപോലെ ഓക്കെ അമൃത. ഓക്കെ അമൃത വായിച്ചു കൊടുക്കുക. അമൃതക്ക് നല്ല ധൈര്യമുള്ള കുട്ടിയാണ്. യെസ്, അമൃത പറയും. ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ. ത്രൂ ആണ് കേട്ടോ, ദോന്ന് എഴുതിയേക്കുന്നത്, ത്രൂ എന്ന് വായിക്കും. Force a way through. Force a way through. Make a way എന്നാണ്, വഴി ഉണ്ടാക്കുക എന്നാണ്. ഓക്കെ. The sun broke through the clouds. മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വന്നു. സൂര്യന്റെ കിരണങ്ങൾ എങ്ങനെ പോകുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് നെക്സ്റ്റ് ബ്രേക്ക് അപ്പ്. Divide into smaller pieces. Divided into smaller pieces. PIECE piece ആണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്കറിയാം, ചെറിയ കഷ്ണങ്ങളാണ്. ഓക്കെ. The sleep broke up on the road. The conference broke up in confusion. രണ്ട് സെന്റൻസ് ആണ് എഴുതിയപ്പോ. അത് ഒരെണ്ണം അടിയില് ഒരെണ്ണം മുകളിലാണ് വരേണ്ടത്. രണ്ടാണ് വായിച്ചു, രണ്ടായിട്ട് തന്നെ വായിച്ചു കേട്ടോ. The sleep broke up on the road. റോഡിലെ കഷ്ണങ്ങളായി. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് വായിച്ചോ. The conference broke up in confusion. ഇത് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സ്ഥിതിക്ക് അവിടെ അത് മുറിഞ്ഞു, ആ സംഭാഷണം പല കഷ്ടങ്ങളായിട്ട് പല ആൾക്കാർ പല വഴിക്കായി. കോൺഫറൻസിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോ യോജിക്കാതെയും യോജിച്ചും വന്നു കഴിയുമ്പോൾ പല കോൺഫറൻസ് ബ്രോക്കൺ ഇൻടു കൺഫ്യൂഷൻ. ഓക്കെ, വെരി ഗുഡ്. അത് വായിച്ചു. Bring out. To cause. Bring about. To cause. ഓക്കെ, to cause, കാരണമാവുക. Science has brought about many changes in our lives. വെരി ഗുഡ്. നമ്മളുടെ ലൈഫിൽ സയൻസ് എന്ന് പറയുന്നത്, സയൻസ് വളരെയേറെ കാരണം ഉണ്ടാക്കുന്നു. എപ്പോഴും നിങ്ങൾ ഇനി അടുത്ത് വായിക്കാൻ പറ്റുന്ന വായിക്കും. നിങ്ങളൊരു 5ലോ 6ലോ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. അവരോടാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. 5ലോ 6ലോ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷൊക്കെ അവർക്ക് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് മനസ്സിലാവുന്ന സൈസ് പഠിക്കുക. എന്ത് പറയുന്നത്? ബ്രിങ് അബൌട്ട് എന്ന് പറയുന്നത്. നോക്കി, ടു കോസ്, കാരണമാവുക എന്നാണ്. സയൻസ് ഹാസ് ബ്രോട്ട്, സയൻസ് കാരണമായിട്ടുണ്ട്. എന്തിന്? മെനി ചേഞ്ചസ്, ധാരാളം മാറ്റങ്ങൾക്ക്. ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ധാരാളം മാറ്റങ്ങൾക്ക് സയൻസ് കാരണമായിട്ടുണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ വായിക്കുമ്പോൾ അർത്ഥം പിടികിട്ടി നിങ്ങൾ നോട്ടം കിട്ടില്ലെങ്കിൽ ആ ശരിക്കുള്ള അർത്ഥം അവിടെ നിന്ന് വെച്ചും മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. സയൻസ് ഹാസ് കോസ്ഡ് മെനി ചേഞ്ചസ് കേട്ടോ. അപ്പൊ കണ്ടെത്തും. ഓക്കെ, അമൃത കേരിയോ. Bring back. Bring back means to return or cause to return.
റിട്ടേൺ കാരണമാവുക. തിരിച്ചു വരാൻ കാരണമാവുക അല്ലെങ്കിൽ തിരിച്ചു വരിക. തിരിച്ചു വരാൻ കാരണമാവുക. All the library books should be brought out before the college closes for the summer vacation. ഓക്കെ, സിമ്പിൾ ആണല്ലോ പറയാലോ. സമ്മർ വെക്കേഷന് മുമ്പ് ലൈബ്രറിയിലെ എല്ലാ ബുക്സും തിരിച്ച് ബാക്ക് വെക്കണം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. വൺ മോർ നോടി വായിക്കേ. Bring down means cause to come down or cause for. കാരണമായതാ. കാരണമാവുക. കോസ് ടു കം ഡൗൺ, താഴേക്ക് വരാൻ കാരണമാവുക. Okay. Better harvest has brought down the price of food grains. ഹാർവെസ്റ്റ് വിളവെടുപ്പ്. ഫുഡ് ഗ്രെയിൻസിന്റെ വില കുറയണമെങ്കിൽ ബെറ്റർ ഹാർവെസ്റ്റ് ഫുഡ് കോസ്റ്റിന്റെ വില കുറയാൻ ഒരു കാരണം. ഓക്കെ ഓക്കെ, ബെറ്റർ ഹാർവെസ്റ്റ് നല്ലൊരു വിളവെടുപ്പ് വന്നതുകൊണ്ട് ഹാസ് ബ്രോട്ട് ഡൗൺ താഴേക്ക് വരാൻ കാരണമായി എന്ത്? ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷ്യധാന്യങ്ങളുടെ വില. ഓക്കെ 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 ഓക്കെ. അടുത്തത്. The monsoon has brought down the atmospheric temperature. ടെമ്പറേച്ചർ, ചൂട്, അറ്റ്മോസ്ഫിയറിക് അന്തരീക്ഷപരമായ അന്തരീക്ഷത്തിലെ വേറെ വാക്കുകളൊന്നും കിട്ടാൻ അറിയാല്ല, പറഞ്ഞോ. അടുത്തത് ഞാൻ പറയാം സാർ. അന്തരീക്ഷത്തിലെ ചൂട് അത് ബ്രിങ് ഡൗൺ, കുറയ്ക്കുവാനായിട്ട് കാരണമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അമൃത, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സർ. വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത് ഞാൻ പറയാം സാർ. ഓക്കെ ഓക്കെ. ആരാണ് അടുത്ത് പറയുന്നത്? അഖില. അഖില. ഓക്കെ അഖില, പറഞ്ഞോളൂ. ബ്രിങ് ഇൻ, അതായത് ഏൺ ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്യുക, നമ്മൾ സമ്പാദിക്കുക, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ ഒരു അർത്ഥമാണ് വരുന്നത്. സം പീപ്പിൾ ബ്രിങ് ഇൻ ഗ്രേറ്റ് എമൗണ്ട്സ് എവറി മന്ത്. ചില ആൾക്കാര് എല്ലാ മാസവും ഒരു നിശ്ചിത തുക സേവ് ചെയ്യാറുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. ഗ്രേറ്റ് എമൗണ്ട് ആണ്, വലിയ ഗ്രേറ്റ് എമൗണ്ട്. ഓക്കെ 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 സാർ. അടുത്തത് ബ്രിങ് ഔട്ട്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക എന്നല്ലേ സാർ അതിന്റെ അർത്ഥം, മീനിങ് വരുന്നത്? ദ ഫാക്ടറി ഹാസ് ബ്രോട്ട് ഔട്ട് എ ന്യൂ ബ്രാൻഡ് ഓഫ് ഷാംപൂ. വെരി ഗുഡ്. ഒരു ഫാക്ടറി അവരുടെ ഷാംപൂവിന്റെ ഒരു ന്യൂ ബ്രാൻഡ് ഉൽപ്പാദിപ്പിച്ചു, അതല്ലേ സാർ അതിന്റെ അർത്ഥം? അതാണ് വെരി ഗുഡ്. ഓക്കെ, അഖിലക്ക് നല്ല ഒരു എന്താ പറയാ പ്രൊനൗൺസിയേഷൻ മറ്റു കാര്യങ്ങൾക്ക് നല്ലൊരു സ്റ്റൈലുണ്ട്. താങ്ക് യു സാർ. അടുത്തത് ബ്രിങ് അണ്ടർ, ടു കൺട്രോൾ ആൻഡ് ഡിഫീറ്റ്. ഒരു കാര്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുക. Those who oppose our wishes will be brought under. എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല സാർ. Those who oppose our wishes. ആരാണോ നമ്മുടെ വിഷസിനെ എതിർക്കുന്നത്, അതെ, അവർ ചെയ്യണം should be controlled, കൺട്രോൾ ചെയ്യുക. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. Bring up, to educate and care for kids. അതായത് നല്ല വിദ്യാഭ്യാസം, കുട്ടികളെ സംരക്ഷിക്കുക. ഓക്കെ ഓക്കെ. പേരൻസ് ബ്രിങ് അപ്പ് ദെയർ കിഡ്സ്, അതായത് രക്ഷകർത്താക്കള് കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം നൽകി അവരുടെ ലൈഫ് സംരക്ഷിക്കുക എന്നുള്ളതല്ലേ സാർ? അടുത്തത് കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്. രണ്ടാമത്തെ ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, അതായത് ഒരു സ്ഥലം സന്ദർശിക്കുക. രണ്ടാമത്തത് ഒരു വ്യക്തിയെ സന്ദർശിക്കുക. അതായത് പറഞ്ഞു സാർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് എന്ന് പറഞ്ഞ അർത്ഥമാണ്. അപ്പോൾ നിങ്ങൾ അവിടെ അറ്റ് ഉപയോഗിക്കണോ ഓൺ ഉപയോഗിക്കണോ എന്നുള്ളത് വിസിറ്റ് ചെയ്യുന്നത് ആരെയാണെന്ന് നോക്കണം. ഒരു സ്ഥലമാണ് സന്ദർശിക്കുന്നതെങ്കിൽ അവിടെ അറ്റ് ഉപയോഗിച്ചാൽ, നേരെ മറിച്ച് വ്യക്തിയാണ് സന്ദർശിക്കുന്നതെങ്കിൽ അറ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ. ഇത് നമ്മൾ ശ്രദ്ധിക്കുക, ഇത് പലതിനും ഉണ്ടെന്ന് ഈ ഒരു നിയമം. പലതും സ്ഥലത്ത് നമ്മൾ കോളിന് അറ്റും കോളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കമ്പനിക്ക് അടിച്ചാണ്. ഇനി നമുക്ക് ശ്രദ്ധിച്ചു പോവാം കേട്ടോ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഓൺ എ പേഴ്സൺ അറ്റ് എ പ്ലേസ് കണ്ട. ഓൺ എ പേഴ്സൺ അല്ല, വ്യക്തിക്ക് നേരെ ഓണ്,
at a place. Very good, very good. Carry on. Our chief minister called at Delhi Or and called on the prime minister. അവിടെ ഡൽഹിയിൽ ഒരു സ്ഥലമല്ലേ, അപ്പൊ കോൾഡ് അതെ അതെ. ആൻഡ് അതായത് ചീഫ് മിനിസ്റ്റർ ഡൽഹിയിൽ നിന്ന് വിളിച്ചു എന്നല്ലേ സാർ? അല്ലല്ല, കോൾഡ് സന്ദർശിച്ചു. ഓക്കെ. അവർ ചീഫ് മിനിസ്റ്റർ കോൾഡ് അറ്റ് ഡൽഹി. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഡൽഹി സന്ദർശിച്ചു. ആൻഡ് കോൾഡ് ഓൺ ദ പ്രൈം മിനിസ്റ്റർ. എന്നിട്ട് പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചു. സന്ദർശിച്ചു. സോറി സാർ. രണ്ട് കോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും വിളിക്കുക എന്ന് തോന്നുന്നത് കറക്റ്റാണ്. കോളിംഗ് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ കോളിന്റെ കൂടെ ഒരു ഓണോ അറ്റോ കിടപ്പുണ്ടെങ്കിൽ ഉടനെ മനസ്സിലായിക്കൊള്ളും, അയ്യോ അത് വിളിക്കാന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു ഫ്രേസൽ വെർബാണ്, അതിന്റെ അർത്ഥം വെരി ഗുഡ് അഖില, നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, നല്ല സൗണ്ട് ആണ് അഖിലയുടെ. വെരി ഗുഡ്, താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം. അടുത്ത വരുന്നവരാണ് സാർ, ഞാൻ പറയാം. ഓക്കെ, അനീറ്റ അല്ലേ? ഓക്കെ അനീറ്റ, വായിച്ചോളൂ. കോൾ അപ്പോൺ അർത്ഥം വരുന്ന ആസ്ക് ടു ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യാനായിട്ട് ചോദിക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. എക്സാമ്പിൾ, ദ പ്രൈം മിനിസ്റ്റർ കോൾഡ് അപ്പ് ദ പീപ്പിൾ ഓഫ് ദിസ് കൺട്രി ടു വർക്ക് ഹാർഡ് ഫോർ നാഷണൽ യൂണിറ്റി. രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് രാജ്യത്തുള്ള ആൾക്കാരെ വിളിച്ച് ആവശ്യപ്പെട്ടു. അടുത്തത് കോൾ ഫോർ, ഡിമാൻഡ്. ഡിമാൻഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. എക്സാമ്പിൾ, യുവർ റിമാർക്ക് വാസ് നോട്ട് കോൾഡ് ഫോർ, ദി എംപ്ലോയീസ് കോൾഡ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്. രണ്ട് സെന്റൻസ് ആണ്. യു റിമാർക്ക് വാസ് നോട്ട് കോൾഡ് ഫോർ, അതായത് തന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ആവശ്യത്തിന് വേണ്ടി സാർ അതിന്റെ അർത്ഥം എനിക്ക് ക്ലിയർ ആകും. ഡിമാൻഡ് ചെയ്യുക, അത് യുവർ റിമാർക്ക്, നിങ്ങളുടെ സൂചന അല്ലെങ്കിൽ നിങ്ങളുടെ പരാമർശം, അതായത് നിങ്ങളുടെ റെക്കമെൻഡേഷൻ വാസ് നോട്ട് കോൾഡ് ഫോർ, ഡിമാൻഡ് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ വി ആർ നോട്ട് ഡിമാൻഡിങ് ഇറ്റ്. യെസ്, അടുത്തത്. ദി എംപ്ലോയീസ് കോൾഡ് ഫോർ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്, അതായത് സമരം ചെയ്യാനായിട്ട്. ഇൻഡെഫിനിറ്റ് അർത്ഥം അനിശ്ചിതമായ. ഓക്കെ, പറഞ്ഞു. ഇൻഡെഫിനിറ്റിന്റെ അർത്ഥം എന്താ സാർ പറഞ്ഞേ? നിശ്ചിതമായ, അതായത് പറയില്ലേ 10 ദിവസത്തേക്ക് സമരം. ഇൻഡെഫിനിറ്റ് അല്ല, ഡെഫിനിറ്റ് ആണ്. ഇതെല്ലാം വിളിച്ച് ഞങ്ങൾ സമരം ആരംഭിക്കുകയാണ് എന്ന് അവസാനിക്കും, അത് പറയാൻ പറ്റൂല. അനിശ്ചിതമായിട്ട് മുന്നോട്ട് പോകില്ലേ, അതിനെയാണ് ഇൻഡെഫിനിറ്റ്. ഓക്കെ. തൊഴിലാളികളെ അനിശ്ചിത കാലത്തേക്ക് അവര് സമരത്തിന് വേണ്ടിയിട്ട് വിളിച്ചു. ഓക്കെ, സമരമാണെന്ന് ഡിമാൻഡ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ക്യാരി ഓൺ, കണ്ടിന്യൂ, തുടരുക. ക്യാരി ഓൺ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂ, തുടരുക. എക്സാമ്പിൾ, വി വിൽ ക്യാരി ഓൺ അവർ കമ്മ്യൂണിക്കേഷൻ ടുമോറോ, നമ്മുടെ ചർച്ച നമുക്ക് നാളത്തേക്ക് തുടരാം. വെരി ഗുഡ്, വെരി ഗുഡ്. ക്യാരി ഔട്ട്, ഫോർ ഫുൾഫിൽ, എക്സിക്യൂട്ട്, അത് ടു ഫുൾഫിൽ, നിറയ്ക്കുക. എക്സിക്യൂട്ട് എന്ന് പറയുമ്പോൾ അത് ഇംപ്ലാന്റ് ചെയ്യുക. They carried out their plan without difficulty, അതായത് അവരുടെ തീരുമാനം ഒരു കുറവും കൂടാതെ അവരത് എക്സിക്യൂട്ട് ചെയ്തു, ഫുൾഫിൽ ചെയ്തു. കം എബൌട്ട്, ഒക്യുർ, ഹാപ്പൻ, സംഭവിക്കുന്നത്, സംഭവിക്കുന്നു. ഹൗ ഡിഡ് ദിസ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഇൻ ജപ്പാൻ കം എബൌട്ട്? ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. അവിടുത്തെ പ്രശ്നങ്ങൾ, സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ജപ്പാനിലെ പ്രശ്നങ്ങൾ എന്ത് സംഭവിക്കുന്നു, അല്ല എങ്ങനെയാണ് ആരംഭിച്ചത്. ജപ്പാനിൽ ഇപ്പൊ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ, അവരുടെ രാജ്യത്തിന്റെ ഹൗ ഇറ്റ് ഹാപ്പൻഡ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഗ്രേറ്റ് ചേഞ്ച് കം അബൌട്ട് ഇൻ ഹെർ ബിഹേവിയർ, അവളുടെ സ്വഭാവത്തില് ഒത്തിരി ചേഞ്ചസ്
സംഭവിച്ചു, ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഓക്കെ അനീറ്റ, കുഴപ്പമില്ല, നല്ല രീതിയിൽ വായിച്ചു. ചെറിയ രീതിയിലൊരു ടെൻഷൻ ഉള്ള പോലെ തോന്നി. ഫസ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം കിട്ടാനായിട്ടുള്ള ചെറിയൊരു തടസ്സം വന്നു. പക്ഷെ പറഞ്ഞത് വളരെ നന്നായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അനീറ്റ, കീപ് ഇറ്റ്. ഓക്കെ, ക്വിസ് ടെസ്റ്റ് അടുത്തവരാണ്. ഓക്കെ രേഷ്മ. ഓക്കെ രേഷ്മ, അടുത്ത വായിച്ചു. Student come across meet by chance എന്ന് വെച്ചാൽ അഭിമുഖീകരിക്കുക. അതെ, മീറ്റ് ബൈ ചാൻസ്, അതായത് യാദൃച്ഛ്യമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരും, യാദൃച്ഛ്യമായിട്ട് കാണുന്നത്. ബൈ We come ചാൻസ്. across many difficulties in our ways of life. നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ അപ്രതീക്ഷിതമായി അഭിമുഖീകരിക്കേണ്ടി വരും. വെരി ഗുഡ് വെരി ഗുഡ്. അപ്രതീക്ഷിതമായിട്ട് ബൈ ചാൻസ്. ബൈ ചാൻസിന്റെ ഓപ്പോസിറ്റ് നമുക്ക് പറയാം ബൈ ചോയ്സ്. ഇപ്പൊ നമുക്ക് പറയാം അത് ബൈ ചാൻസിന് അദ്ദേഹം എന്നെ ഭർത്താവായി പോയതാണ്, അപ്പൊ നമുക്ക് വേറെ ബൈ ചോയ്സ് എന്നെ തിരഞ്ഞെടുത്താണല്ലേ, അത് ബൈ ചാൻസ് ബൈ ചോയ്സ്. ഓക്കെ, നെക്സ്റ്റ് വായിച്ചു. Next one, come by means obtain. ഓക്കെ, നേടുക. Jobs are had to come by with many pupils. നേരത്തെ തന്നെ ഇതൊക്കെ നോക്കി വെച്ചേക്കല്ലേ രശ്മിയുടെ മൈൻഡ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നെ കുറിച്ച് പറഞ്ഞതല്ല, ഒബ്സർവേഷൻ. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് സാർ ഒരു മിനിറ്റ്, എന്റെ സ്ക്രീൻ പോയ ഒരു മിനിറ്റ്, അതൊന്ന് കാണുന്നുണ്ട്, എന്റെ മിനിമൈസ് ആയിപ്പോയി. ഒരു മിനിറ്റ് സാർ. നെക്സ്റ്റ് വൺ, 23 come to. Come to. Come to means mount to. Mount to. The bill come to RS. Mount കയറി പോവുക, മുകളിലോട്ട് പോകുന്നില്ല, മൗണ്ട് ടു എന്ന് പറയും. കുത്തനെ വരിക. The bill comes to RS 200. ബില്ല് 200 രൂപയായിട്ട് വർദ്ധിച്ചു. The bill came mounted to ₹100. നേരത്തെ കുറവായിരുന്നു, ഇപ്പോ 200 രൂപയായിട്ട് ഉയർന്നു. ഓക്കെ, അടുത്ത വായിച്ചു. Next 24, come around, being to accept. Yes. He slowly come round to our point of view. Being to accept എന്ന് പറഞ്ഞാല് നമ്മള് accept എന്ന് പറഞ്ഞാല് അംഗീകരിക്കാൻ തയ്യാറാവുക. അവൻ പതുക്കെ എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അതായത് എന്റെ അഭിപ്രായം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നെക്സ്റ്റ് വൺ 25, cut across. Interrupt or oppose, അതായത് പ്രതിരോധിക്കുക, തടയുക, അല്ലെങ്കിൽ അതിനെ ആർഗ്യൂ ചെയ്ത് ഒപ്പോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരു കാര്യത്തിനെ ഒപ്പോസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുക. The minister's speech in the assembly cut across what he had said earlier. Okay, sir. നേരത്തെ, അതാണ്. ഓക്കെ, മിനിസ്റ്ററുടെ സ്പീച്ച് ഇൻ അസംബ്ലിയിലെ മിനിസ്റ്ററുടെ സ്പീച്ചിന് ഒരു മിനിറ്റ് സോറി, അസംബ്ലിയിൽ മിനിസ്റ്റർ എന്താണോ പറഞ്ഞത് അതിന് അവര് ഒപ്പോസ് ചെയ്തു, എതിരായിട്ട് ഒപ്പോസ് ചെയ്തു. ഒരു മിനിറ്റ്. The minister's speech in the assembly, അസംബ്ലിയിലുള്ള മന്ത്രിയുടെ പ്രസംഗം cut across, opposed, എതിരായിരുന്നു. എന്ത്? What he had said earlier. നേരത്തെ അവൻ എന്താണോ പറഞ്ഞത്, അദ്ദേഹം എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടാണ്. 26, അടുത്തത് കട്ട് ഡൗൺ. അല്ലല്ല, അതിന്റെ മുകളിൽ സെന്റൻസ് കൂടി ഉണ്ട്. ഓക്കെ സർ, സോറി. The wall cut across the line of vision. Line of vision. The wall cut across the line of vision. Line of vision എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, അതിനെ ലൈൻ ഓഫ് വിഷൻ. ഈ മൊത്തത്തിലൊരു അർത്ഥം എന്ന് പറഞ്ഞു നോക്കിയേ.
അത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാല് മറ്റേ രേഷ്മക്ക് നമ്മുടെ മനസ്സിലായി. കാഴ്ചയെ നമ്മുടെ മുന്നിലുള്ള ആ വോള് നമുക്ക് കാണാൻ പറ്റുന്ന ദൂരം മറിക്കുന്നു എന്നാണോ എന്ന് ഡൗട്ട് ഉണ്ട്. വേറെ വിഷയമില്ല. നോക്കിയേ, ദ വാൾ, ആ ചുമര്, കട്ട് അക്രോസ്, ആ ഫ്രേസിന് അവിടെ നമുക്ക് അർത്ഥം കിട്ടിയത് നിങ്ങൾ അവിടെ ഇന്ററപ്റ്റ് എന്നുള്ള വാക്കോട് ചേർത്ത് വന്നത് അല്ല. ദ വാൾ ഇന്ററപ്റ്റ്, തടസ്സപ്പെടുത്തുന്നു. എന്ത് തടസ്സപ്പെടുന്നു? ദ ലൈൻ ഓഫ് വിഷൻ, നമ്മുടെ മുന്നിലേക്കുള്ള കാഴ്ച. കാഴ്ച. ഓക്കെ, വെരി ഗുഡ് രേഷ്മ, വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. രേഷ്മയുടെ ധൈര്യത്തിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. വായിക്കണേ. ഓ, ആരെങ്കിലും ഒരാൾ വരും. ആരാണ് വരുന്നത്? റോഷിനി കൊടുക്കണേ. റോഷിനി റെഡിയാണ്. റോഷിനി കഴിഞ്ഞതിന് ശേഷം അടുത്താക്കി തരാം കേട്ടോ. ഇനി എന്റെ ഇഷ്ടം പോലെ എടുക്കുന്നത്. ഓക്കെ, റോഷിനി കഴിഞ്ഞിട്ട് റോഷിനി ആർ യു റെഡി? Yes, sir. Okay, very good, very good, very good. How are you? Fine, sir. Okay, very good, very good. Carry on. Yes. Cut down. Calm To down. reduce. To reduce. അർത്ഥം പറഞ്ഞോളൂ. Reduce എന്ന് വെച്ചാൽ കുറയ്ക്കുക എന്നാണ്. അതല്ല, കുറയ്ക്കുക. Okay, very good. A servant does not like to have her salary cut down. സിമ്പിൾ അല്ലേ? അതറിയാവുന്നതല്ലേ? Yes, പറഞ്ഞോ. സെർവന്റിന് തന്റെ സാലറി വെട്ടിക്കുറയ്ക്കുന്നതിനോട് ഇഷ്ടമില്ല, താല്പര്യമില്ല. താല്പര്യമില്ല. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് കട്ട് ഓഫ്, ഡിസ്കണക്ട്, അത് ഡിസ്കണക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്, മുടങ്ങുക എന്നുള്ളത്. ബന്ധം വിച്ഛേദിക്കുക. ഓക്കെ, വെരി ഗുഡ്. വാട്ടർ സപ്ലൈ ഹാസ് ബീൻ കട്ട് ഓഫ് എഗെയിൻ, ജലവിതരണം വീണ്ടും മുടങ്ങി. ഓക്കെ, വെരി ഗുഡ്. Unless we pay the bill in time, the connection will be cut off. Unless we pay bill കറക്റ്റ് സമയത്ത് ബില്ല് അടിച്ചില്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടേക്കാം, പെടാം. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത് വായിക്കുമ്പോ 28 വായിക്കുമ്പോ അതിന്റെ അകത്ത് സിറ്റിംഗ് എന്നാണ് എഴുതിയേക്കുന്നത്. ഗെറ്റിംഗ് എന്ന് വായിക്കണം കേട്ടോ. ഓക്കെ സർ. Get on, make progress. She is getting on. അവിടെ she is getting on എന്ന് വായിക്കും. Okay sir. She is getting on well with her studies. Okay. അവൾ വെൽ നന്നായി പഠിക്കുന്നു എന്നുള്ളത്. അവൾ നന്നായി പഠിച്ചുയരുന്നു. ഇനി അടുത്തത് ഗെറ്റ് ഓവർ, അതായത് ഓവർകം ചെയ്യുക, മറികടക്കുക. അതിജീവിക്കുക. A mountaineer has to get over several obstacles on his way up. മൗണ്ടൈനർ തടസ്സങ്ങൾ മറികടന്ന് ഉയരുന്നു. A mountaineer, പർവ്വതാരോഹകന്, has to get over, മറികടക്കേണ്ടി വരും, several obstacles, പല തടസ്സങ്ങൾ, in his way up, അവന്റെ മുകളിലേക്കുള്ള യാത്രയിൽ ഒരു പർവ്വതാരോഹന് ഒരുപാട് തടസ്സങ്ങൾ മറികടക്കേണ്ടി വരും. ഓക്കെ, വൺ മോർ, ഒന്നുകൂടി വായിച്ചു. ഇത് തന്നെയാണോ സാർ? ഇത് ഇപ്പൊ വായിച്ചത് തന്നെയാണോ? ഒന്നുകൂടെ വായിക്കാൻ പറഞ്ഞു. അതല്ല, അതിനടിയിൽ ഒന്നുകൂടി 5 നമ്പർ വായിക്കണേല, അപ്പൊ ഒന്നുകൂടി വായിക്കാൻ പറഞ്ഞു. ഗെറ്റ് അവേ, എസ്കേപ്പ് ഫാം. എസ്കേപ്പ് ഫാം എന്നുള്ളത് എസ്കേപ്പ് ഫ്രം എന്ന് വിചാരിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. എസ്കേപ്പ് ഫ്രം ആണ്. എസ്കേപ്പ് ഫ്രം. എസ്കേപ്പ് ആവുക എന്നാണോ സാർ? രക്ഷപ്പെടുന്നു. He is fond of talking. You will never get away. സംസാരിക്കുന്നത് വേറൊരു ഫേസ് ആണ്. ആ ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാല് ഇഷ്ടം, താല്പര്യം, ലൈക്ക് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു എന്നാണോ സാർ? അത് ചെറിയ വ്യത്യാസം. നമ്മള്
ചില ആളുകള് വർത്താനം പറയാൻ പോയി കഴിഞ്ഞാൽ നിർത്തൂല. നമുക്ക് പിന്നെ തുണിയെ കഴിഞ്ഞ് നിർത്താത്ത കുറച്ച് ആൾക്കാരില്ല. അങ്ങനെ നമ്മൾ അവരെ പറയുന്ന പേരാണ് ടോക്ക് ആക്റ്റീവ് എന്ന് പറയും. അതിന് സംസാരപ്രിയരായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് ഹി ഈസ് ഫോണ്ട് ഓഫ് ടോക്കിംഗ്. അവൻ ഒരു സംസാരപ്രിയനാണ്, അല്ലെങ്കിൽ അവന് വളരെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. യു വിൽ നെവർ ഗെറ്റ് അവേ. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിന്നെ അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇനി നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ഓക്കെ. യെസ്. അപ്പോ റോഷ്നി നന്നായിരുന്നു, വളരെ നല്ല എന്താ പറയാ കൃത്യതയുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ്. Thank you, sir. ഇനി അടുത്ത നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഞാൻ പറയാം സർ. ഓക്കെ. നിന്റെ വായിക്കും. 31 അല്ലേ? 31 തുടങ്ങി കേട്ടോ. ഗെറ്റ് ത്രൂ. ആ, പാസ്. പാസ് എന്ന് പറഞ്ഞ മീനിങ് കടന്നു പോകുക. കടന്നു പോവുക. യു ക്യാൻ നോട്ട് ഗെറ്റ് ത്രൂ ആൻ എക്സാമിനേഷൻ അതർ ദാൻ യു വർക്ക് ഹാർഡ്. നമ്മള് നന്നായിട്ട് അധ്വാനിച്ചില്ലെങ്കിൽ നമുക്ക് എക്സാമിനേഷൻ ഒന്നും പാസ്സായി പോവാനായിട്ട് പറ്റില്ല. എക്സാമിനേഷൻ കടന്നുകൂടാൻ നമുക്ക് സാധിക്കില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ഗെറ്റ് അപ്പ്. റൈസ് ഫ്രം ബെഡ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. ഓക്കെ, ഓക്കെ, ഓക്കെ. Some people find it difficult to get up early in the morning. ചില ആളുകൾക്ക് രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഇതിന്റെയൊക്കെ കുഴപ്പമുണ്ടോ? ഇല്ല, എനിക്ക് കുഴപ്പമില്ല. രാവിലെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നേരെ മറിച്ച് വൈകുന്നേരം എത്ര സമയം വേണമെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. Some people find it difficult to get up early in the morning. Okay, very good. അടുത്ത വായിച്ചു. 33 give in. സറണ്ടർ, yield, അതായത് കീഴടങ്ങുക. They fought until the enemy gave in. എനിമി, ശത്രു കീഴടങ്ങുന്നത് വരെ പോരാടുക. പോരാടി. പോരാടി. ഫൈറ്റിന്റെ പാസേഴ്സ് ആണ്. ഓക്കെ, അടുത്തത്. 34 give up. Stop, അതായത് നിർത്തുക. The doctors advised him to give up smoking. ഡോക്ടർ അഡ്വൈസ് ചെയ്തു സ്മോക്കിംഗ് നിർത്താൻ വേണ്ടിയിട്ട്. 35 give away. ഡിസ്ട്രിബ്യൂട്ട്. ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ വിതരണം ചെയ്യുക. The prizes were given away to the winners by the minister. മിനിസ്റ്റർ വിന്നേഴ്സിന്, ജയിച്ചവർക്ക് പ്രൈസസ് ഒക്കെ വിതരണം ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, ഓക്കെ. ഇനി 36 തുടങ്ങി അടുത്ത ആരാണ്? ഞാൻ പറയാം. ഓക്കെ, ലിൻസി. ഓക്കെ, ലിൻസി. 36th one, give over. മീനിങ് ഗീവ്, കൊടുക്കുക എന്നുള്ള, നൽകുക എന്നുള്ള ഒരർത്ഥം. ഓക്കെ, ഓക്കെ, ഓക്കെ. എക്സാമ്പിൾ, the keys were given over to our neighbors during our absence. നമ്മള് വീട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ നൈബേഴ്സിന് കീ കൊടുക്കുക എന്നുള്ള അർത്ഥം. എടാ, നമ്മുടെ ക്ലാസിന്റെ ഗ്രൂപ്പിൽ എന്നെയും കൂടി ആഡ് ചെയ്തേക്കണം ഈ നമ്പർ. നമ്പർ ഒന്ന് നോട്ട് ചെയ്യണേ. ശരിടാ. ക്ലാസ്സിന് വേറെ റൂം
ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടെ. കേൾക്കാമോ ഞാൻ പറയുന്നത്? യെസ് സർ. എന്നെ കാണാൻ പറ്റുന്നില്ലെന്നല്ലേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. കേൾക്കാൻ ആ, ഓക്കെ പറ്റുന്നുണ്ട് ഓക്കെ. സർ. അത് വായിച്ചു. ലിൻസി. യെസ് 36th one. 36. Give over, meaning give. കൊടുക്കുക എന്നുള്ള അർത്ഥം. എക്സാമ്പിൾ, ദ കീസ് were given over to our neighbors during our absence. നമ്മൾ വീട്ടിലില്ലാത്തപ്പോ നമ്മൾ നമ്മുടെ നൈബേഴ്സിന് കീസ് നമ്മൾ കൊടുക്കുക എന്നുള്ള ഒരു അർത്ഥം. ഓക്കെ. 37th one. Go through, meaning examine carefully. സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക എന്നുള്ളൊരു മീനിങ്. എക്സാമ്പിൾ, she went through the book and summed up by the facts. ബുക്സ് വളരെ കെയർഫുൾ ആയിട്ട് എക്സാമിൻ ചെയ്ത ശേഷം ഫാക്ട്സ് ഒക്കെ സമ്മപ്പ് ചെയ്യുക, ക്രോഡീകരിക്കുക, ഏകീകരിക്കുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഗോ ആഫ്റ്റർ, മീനിങ് try to win something or someone chase. Try to win something means എന്തെങ്കിലും നമ്മൾ വിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, നേടുക. ഓക്കെ, നേടുക. എക്സാമ്പിൾ, മില്യൺസ് ഇൻ ഇന്ത്യ ഗോ ആഫ്റ്റർ എ ജോബ്. ഇന്ത്യയിൽ മില്യൺസ് ഓഫ് പീപ്പിളും ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു, നേടുന്നു. നെക്സ്റ്റ് വൺ, ലുക്ക് ആഫ്റ്റർ, മീനിങ് ടു ടേക്ക് കെയർ, കെയർ ചെയ്യുക എന്നുള്ളൊരു മീനിങ്. എക്സാമ്പിൾ, പാരന്റ്സ് ലുക്ക് ആഫ്റ്റർ ദെയർ കിഡ്സ്. പാരന്റ്സ് അവരവരുടെ കിഡ്സിനെ കെയർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ലുക്ക് ഫോർ, മീനിങ് സെർച്ച്, അന്വേഷിക്കുക എന്നുള്ളൊരു മീനിങ്. എക്സാമ്പിൾ, ഇൻ അവർ കൺട്രി ലാക്സ് ഓഫ് എഡ്യൂക്കേറ്റഡ് യങ് മാൻ ലുക്ക് ഫോർ ജോബ്സ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് മെൻസ് നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് ജോബ് അന്വേഷിക്കുന്നു. വെരി ഗുഡ്. അപ്പോ ലിൻസി, വെരി ഗുഡ്. താങ്ക് യു സർ. ഞാൻ ലിൻസി മുന്നേക്ക് ഉണ്ടായതായിരുന്നു. പിന്നെ ഞാനിപ്പോ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരുന്നതിന്റെ പേരിൽ വിളിച്ചിരുന്നുള്ളൂ. ഓക്കെ ലിൻസി, നല്ല രീതിയിൽ പറഞ്ഞു. വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, ഇനി ഞാൻ പറയാം സർ. ഒരു മിനിറ്റ് ഞാനിതൊന്ന് റെഡിയാക്കാൻ പറ്റുന്ന നോക്കട്ടെ കേട്ടോ. റെഡി, വീഡിയോ റെഡി ആവണേ ഉള്ളൂ. നമുക്ക് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ സമയം പോകും. ഓക്കെ. ഈ വായിച്ചോളൂ. ഞാൻ വായിക്കാം സർ. സുരമ്യ. ഓക്കെ. സുരമ്യ വായിച്ചോളൂ. Make after and meaning run after. Yes. Withdraw എന്നല്ലേ സർ? Withdraw one ball. Meaning make after, run after. Run after എന്ന് പറഞ്ഞാൽ പിടിച്ചോണ്ട് ഫോളോ, പിന്തുടരുക. പിന്തുടരുക. ഓക്കെ. Withdraw one ball and the dog made after it. Withdraw, നമ്മളൊരു ബോൾ, withdraw one ball, നമ്മളൊരു ബോൾ എറിയുകയാണെങ്കിൽ and the dog made after it, അത് ആ ബോള് ഡോഗ് പിടിച്ചോണ്ട് ഓടുന്നു. ഡോഗ് അതിന്റെ പിറകിലൂടെ ഓടുന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, മേക്ക് ഔട്ട്. മീനിങ് അണ്ടർസ്റ്റാൻഡ്, അതായത് അല്ലേ, അത് മനസ്സിലാക്കുക. ക്യാൻ യു മേക്ക് ഔട്ട് വാട്ട് ഹി ഈസ് ട്രൈയിങ് ടു സേ? നമ്മൾ എന്ത് പറയാനാണോ ക്യാൻ യു മേക്ക് ഔട്ട്, നമ്മൾ എന്താണോ മനസ്സിലാക്കുന്നത് ആ പറയുന്ന ആള്, വാട്ട് ഹി ഈസ് ട്രൈയിങ് ടു സേ, അവൻ പറയുന്നത് എന്താണോ അത് ഞാൻ മനസ്സിലാക്കുന്നു. Can you make out എന്നുള്ള പകരം നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? എന്ത് ഞാൻ പറയുന്നത് എന്ത്, അവൻ പറയുന്നത് അത് മനസ്സിലാക്കാൻ നിനക്ക്
സാധിക്കുന്നുണ്ട്. ക്യാരി ഓൺ. ഓക്കെ, അടുത്ത് പറയാം. Make up for the make up for the compensate സാറ് മേക്കുന്നോട് ഓക്കെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ്, പരിഹാരം, കോമ്പൻസേഷൻ കൊടുക്കാന്നൊക്കെ പറയാം. കോമ്പൻസേറ്റ്. They worked during the night in order to make up for the time they lost. They worked during the night. രാത്രി മുഴുവൻ അവർ വർക്ക് ചെയ്തപ്പോൾ in order to ചെയ്തു in order to make up for the time they lost. അതുകൊണ്ട് അവരുടെ സമയം നഷ്ടപ്പെട്ടുകൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? രാത്രിയിലും ജോലി ചെയ്തു. ഓക്കെ. പാസ് എവേ അതിന്റെ മീനിങ് ഡൈ എന്ന് വെച്ചാൽ മരിക്കുക, മരിച്ചു അല്ലേ. ഗാന്ധി പാസ്ഡ് എവേ ഓൺ 30 ജനുവരി 1948. ഗാന്ധിജി മരിച്ചത് ജനുവരി 1948 ജനുവരി 30-നാണ്. ഓക്കെ. പാസ് ഓവർ അതിന്റെ മീനിങ് ഡൈ അല്ലെങ്കിൽ ഇഗ്നോർ. ഒന്നിലെ മരിക്കുക അല്ലെങ്കിൽ മറക്കുക, ഒഴിവാക്കുക. ഹി പാസ്ഡ് ഓവർ ഇൻ ഹിസ് സ്ലീപ്പ്. ഉറക്കത്തിൽ തന്നെ അല്ലെ മരിച്ചുപോയി. അവൻ ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയി. മേക്കപ്പ് ഫോർ ദ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ സാറേ? എനിക്കത് ക്ലിയർ ആയില്ലായിരുന്നു. മേക്കപ്പ് ഫോർ ദ മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ്, നഷ്ടപരിഹാരം അല്ലെങ്കിൽ വേറെന്തൊരു കാര്യം ചെയ്ത പരിഹാരം. സാർ അതിൽ മേക്കപ്പ് ഫോർ ദ കംപ്ലീറ്റ് സെന്റൻസ്, അത് മേക്കപ്പ് മാത്രമേ ആ മേക്കപ്പ് ഫോർ ദ വരെയുള്ള സെന്റൻസ് ആണോ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ള ഒരു മീനിങ്? Sir, we can use that as a payback also, no, sir. Makeup. No. Form 43 makeup for the compensate ഇല്ലേ ചാ? സോറി സർ, അത് വന്ന് നമുക്ക് ആ മീനിങ് ഇതായിട്ട് പേ ബാക്ക് എന്ന് എടുക്കാലോ. അതായത് ഞാൻ പറയാം, അതിനകത്ത് ദി എന്നുള്ളത് നിങ്ങൾ ഇല്ലാതെ വിചാരിക്കും. മേക്കപ്പ് ഫോർ നമ്മളിപ്പോ സാധാരണഗതിയിൽ അത് അങ്ങനെ കുഴപ്പങ്ങളൊക്കെ മേക്കപ്പ് ചെയ്യാനുണ്ട് അത് പറയാറില്ലേ? അതല്ല, അതിന്റെ പരിഹാരം എന്തെങ്കിലും ചെയ്തു. മേക്കപ്പ് ഫോർ അത്രയും വരെ മതി. ശരിക്കും നമ്മൾ മേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ അത് പറയുമ്പോ കോമ്പൻസേറ്റ് അത് അങ്ങനെ ഒരു മീനിങ് ആണല്ലേ വരുന്നേ? മേക്കപ്പിന് വേറെ അർത്ഥം കൂടി ഉണ്ട്. ഈ മേക്കപ്പ് ഫോർ ദാന്ന് വരുമ്പോഴാണ് ഈ ഒരു മീനിങ് വരുന്നല്ലേ സാറ്? മേക്കപ്പ് ഫോർ എന്ന് പറയുമ്പോൾ കോമ്പൻസേറ്റ് എടുത്താൽ മതി. മറ്റേത് വന്നു കഴിയുമ്പോൾ സാധാരണ നമ്മൾ മേക്കപ്പ് എന്ന് പറയാറില്ലേ? മേക്കപ്പ് ആ അപ്പം എന്നുള്ളത് കുറച്ചും കൂടി അടുത്ത് വരും, മേക്കിന്റെ കൂടെ ഇങ്ങോട്ട് വരും. ഓക്കെ, ഇതിപ്പോ പ്രിപ്പോസിഷൻ ആയിട്ട് മാറിക്കിടക്കുകയാണ്. ഓക്കെ. ദേ വർക്ക്ഡ് ഡ്യൂറിംഗ് ദ നൈറ്റ്, രാത്രിയിൽ അവർ ജോലി ചെയ്തു. ഇൻ ഓർഡർ ടു വേണ്ടി, ഇൻ ഓർഡർ ടു ഫോർ ആണ് വേണ്ടി, എന്ത് ടു മേക്കപ്പ് ഫോർ ഒരു പരിഹാരമായിട്ട്, എന്തിന്? ഫോർ ദ ടൈം ദേ ലോസ്റ്റ് അവർക്ക് നഷ്ടപ്പെട്ട സമയത്തിന്റെ ഒരു പരിഹാരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് രാത്രിയിൽ ജോലി ചെയ്തു. ഓക്കെ. മേക്കപ്പ് ഫോർ അർത്ഥം വരെ മതി. മേക്കപ്പ് വേറെ അർത്ഥമുണ്ട്, ഇവിടെ മേക്കപ്പ് ഫോർ വരെ മതി, നീ വേണ്ട. യെസ്. അപ്പോ 45 വരെ പറഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് അടുത്ത ആരാണ്? ഓക്കെ, അത് കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വായിച്ചോളൂ ഷംന. Put arrows. Put across. Communicate successfully. അതായത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. And people find it difficult to put across the idea in English. ചില ആൾക്കാർക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. Put in to make action. അതായത്
To make action. Sir, please. പ്രതികരിക്കുക. തുടങ്ങുക, എന്നൊരു പരിപാടി തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, പ്രവർത്തിക്കുക. സാർ അത് പ്രതികരിക്കുക എന്നല്ലേ വരുവാ? പ്രതികരിക്കുകയല്ല സർ വരുക. ടു മേക്ക് ആക്ഷൻസ് പറഞ്ഞ അതിന്റെ വാക്കുകൾ കേട്ടോ സർ. യു ക്യാൻ പുട്ട് അതിന്റെ എക്സാമ്പിൾ അങ്ങനെയല്ലേ വരുന്നത്? ക്ലൈം ടു ദ പോസ്റ്റ് ഓഫീസ് ഇഫ് ദ ഗോൾസ് ആർ ഡാമേജ് ഇൻ ദ പോസ്റ്റ്. You can make action. Make action means നടപടി എടുക്കുക കേട്ടോ. Make action. Take an action. Okay, okay, okay. Okay. You can put in a claim to the post office if the goods are damaged in the post. അതായത് പോസ്റ്റ് വഴി വരുന്ന ഗുഡ്സ്, അതായത് എന്തെങ്കിലും സാധനത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെതിരായിട്ട് ആക്ഷൻ. അടുത്തതില് 48 വായിക്കുമ്പോൾ അതിനകത്ത് ആ പോസ്റ്റ് ഫോണുള്ളത് POINT ആണ്. ഫോണല്ല, ഫോൺ നീട്ടി വെക്കുക കേട്ടോ. ഫോണല്ല, ഫോൺ. Put off, postpone, never put off what we have to do today. അതായത് ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും പിന്നത്തേക്കായി മാറ്റി വെക്കരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. Put on, അതായത് വിയർ, ധരിക്കുക. She put on his spectacles to read the letter. അതായത് ഒരു ലെറ്റർ വായിക്കാനായിട്ട് സ്പെക്സ് എടുത്തു വെച്ചു. Put out, extinguish, അതായത് ചെയ്യാനായി വിചാരിക്കുന്നു. സിനിമാ തിയേറ്ററിലൊക്കെ നിങ്ങൾ കണ്ടാണ് ഈ വാക്ക്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ നമ്മൾ കണ്ടാണ് എക്സ്റ്റിംഗ്വിഷ്. അത് തീ അണയ്ക്കാന്ന് പറയുന്നത്, അതിനെ പറയുന്നതാണ് എക്സ്റ്റിംഗ്വിഷ്. Okay. She put out the light and went to the bed. അവർ ലൈറ്റ് ഓഫ് ചെയ്ത് കട്ടിലേക്ക് പോയി. Okay, put out light. Okay, okay. Okay, very good. Very good, very good, very good. Yes. അടുത്ത ആരാണ്? ശ്യാമിലി. ഓക്കെ ഓക്കെ. ഇത് ഇവിടെ മൊത്തം ക്ലിയർ ആവാത്തോടെ പേര് ചോദിച്ചിട്ടാ. ശ്യാമിലി പറഞ്ഞോളൂ. ശ്യാമിലി. പുട്ടപ്പ്, സ്റ്റേ, ബിൽഡ്, ഇറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. എക്സാമ്പിൾ വായിക്കാമോ? അതിന്റെ അർത്ഥം പിടിയില്ല. സ്റ്റേ, ബിൽഡ് മീൻസ് എന്തെങ്കിലും നിർമ്മിക്കുക അല്ലെങ്കിൽ സ്റ്റേ. ഓക്കെ 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 ഓക്കെ. ഷീ പുട്ടപ്പ് അറ്റ് ദ ലോഡ്ജ് ഫോർ ദ നൈറ്റ് യെസ്റ്റർഡേ. അവൾ സ്റ്റേ ചെയ്തു, താമസിച്ചു അറ്റ് ദ ലോഡ്ജ് ഫോർ ദ നൈറ്റ് യെസ്റ്റർഡേ. തലേ രാത്രിയിൽ അവൾ ഒരു ദിവസത്തേക്ക് ലോഡ്ജിൽ താമസിച്ചു. ഷീ പുട്ട് അപ്പ് എ സ്ട്രോങ് വാൾ അറൗണ്ട് ഹിസ് ഹൗസ്. ഹിസ് ഹൗസ് എന്നുള്ളത് ഹെയർ ഹൗസ് ആക്കാം. ഗ്രാമർ അല്ല, അതിന്റെ ഒബ്ജക്റ്റ് കറക്റ്റ് ആവും. ഇറാക്റ്റിൽ മീനിങ് എന്താ? ഇറാക്റ്റ് വരില്ല. സ്റ്റേ എന്ന് പറഞ്ഞാൽ നമുക്ക് താമസിക്കാം, ബിൽഡ് എന്ന് പറഞ്ഞിട്ട് മേക്ക്, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇറാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിന്റെ മീനിങ് എന്താ വരുന്നത്? ഏത് വേർഡാണ്? പുട്ടപ്പത്തോളാണ്. സ്ഥാപിക്കുക. എസ്റ്റാബ്ലിഷ്. ഓക്കെ ഓക്കെ. She put up a strong wall around her house. അവള് അവളുടെ വീടിന്റെ ചുറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാൾ നിർമ്മിച്ചു. നെക്സ്റ്റ് വൺ, put up with means tolerate, സഹിഷ്ണുത. I can't put up with your rudeness anymore. എനിക്ക് നിങ്ങളുടെ ഈ ഭയങ്കരമായ ദേഷ്യം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സഹിഷ്ണുത, എതിർക്കാനും പോകുന്നില്ല,
വേറെ ഒന്നും പോകുന്നില്ല. അതെങ്ങനെ അങ്ങനെയാണ് സഹിക്കുക എന്നുള്ളത്. ടോളറൻസ്. ഓക്കെ, അടുത്ത വായിച്ചു. അടുത്തത് പുട്ട് ഡൗൺ മീൻസ് റൈറ്റ് സപ്രസ് മീൻസ് എഴുത്. സപ്രസ് മീൻസ് റൈറ്റ് എഴുതുക എന്നുള്ളത്. ദ ആംഡ് ഫോഴ്സ് പുട്ട് ഡൗൺ റിവോൾട്ട്. ആംഡ് ഫോഴ്സ് പുട്ട് ഡൗൺ റിവോൾട്ട് മീൻസ് റിവോൾട്ട് എന്ന് പറഞ്ഞാല് ലഹള, എതിർപ്പ് എന്നൊക്കെ ഉണ്ടാവും. അന്നേരം ആംഡ് ഫോഴ്സ് ലഹളെ. ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് സായുധ സേന. അത് സായുധ സേന ഈ ലഹളയൊക്കെ കൺട്രോൾ ചെയ്തു എന്നാണോ? അടിച്ചമർത്തി. ഓക്കെ, അടിച്ചമർത്തി. ലെറ്റ് മീ പുട്ട് ഡൗൺ യുവർ ടെലിഫോൺ നമ്പർ. എനിക്ക് ലെറ്റ് മീ പുട്ട് ഡൗൺ എന്ന് വെച്ചാൽ എനിക്ക് അത് നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ റൺ ഔട്ട്. ബിക്കം യൂസ്ഡ് അപ്പ് സോ ദാറ്റ് there is no more left. അതായത് ബിക്കം യൂസ്ഡ് അപ്പ്, പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക. സോ ദാറ്റ് there is ഒന്നും അവശേഷിക്കാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ് റൺ ഔട്ട് എന്ന് പറയുന്നത്. Can I use your lighter? I have run out of matches. അത് അടുത്തത് ഒരു ഇതിന്റെ സെയിം സെന്റൻസ് ആണ്. അതോ അടുത്ത സെന്റൻസ് ആണ്. Can I use your lighter എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈറ്റർ എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കുമോ? I have run of matches. ഞാൻ മാച്ച് ബോക്സ് എടുക്കാൻ വിട്ടുപോയി. എന്റെ കയ്യില് മാച്ചസ് തീർന്നു പോയി കഴിഞ്ഞു പോയി. It looks as if oil will run out faster than coal. കൽക്കരി എന്ന് വെച്ചാല് ഓയിൽ ആണെങ്കിൽ കൽക്കരിയെക്കാട്ടും കൂടുതലായിട്ട് തീർന്നു പോകുന്നു. കോളിനേക്കാൾ കൂടുതലായിട്ട് ഓയിൽ. അടുത്തത് സെൻഡ് ഫോർ മീൻ സമ്മൺ. The condition of the patient has been. അയ്യോ സാർ, സ്ക്രീൻ ഒന്ന് താക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നില്ല. ആ സ്ക്രീൻ ഒന്ന് താക്കാമോ? ഇപ്പൊ കാണാം. സാർ മീനി ഒന്നും കൂടി പറയാമോ? സമ്മണിന്റെ ഓക്കെ, മനസ്സിലായി. The condition of the patient has been critical condition, they sent for. പേഷ്യന്റ് കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ഫോർ ദ ഡോക്ടർ. അതിനകത്ത് കണ്ടീഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ കണ്ടീഷൻ വേണ്ട, ആദ്യത്തെ കണ്ടീഷൻ മതി. നോക്കി വായിക്കുമ്പോ the condition of the patient has become critical. Okay, they sent for the doctor. എന്നുവെച്ചാല് പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കൽ ആയതുകൊണ്ട് ഡോക്ടർ ആണെങ്കിൽ അവരുടെ ആൾക്കാരെ അറിയിച്ചു. They sent for the doctor. They summoned the doctor. They called the doctor. ഡോക്ടറെ അവര് വിളിപ്പിച്ചു. മനസ്സിലായി. ആരെ വിളിപ്പിച്ചു? ദ ഡോക്ടർ. യെസ്. അപ്പോ വളരെ മനോഹരമായിട്ടുണ്ട് ഷാമിൽ. ഞാനിത് ഇന്ന് തീരുമെന്നാണ് വിചാരിച്ചത്, തീർന്നില്ല. ഇനി നമുക്കൊരു 2 പേജും കൂടി ഉണ്ട്. ഞാനൊരു അരമണിക്കൂർ കൊണ്ട് തീർന്നിട്ട് അടുത്ത കാര്യത്തിലോട്ട് പോകണമെന്ന് വിചാരിച്ചത് വന്നു. ഇന്നത്തെ കാര്യം കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം. അപ്പൊ നിങ്ങളുടെ പ്രകടനങ്ങൾ ഇന്ന് എല്ലാവരുടെയും റിന്റെ ആയാലും റോഷ്നി ആയാലും രേഷ്മ ആയാലും അനീറ്റ ആയാലും അഖില ആയാലും ജീന ആയാലും സുരണ്യ ആയാലും ഷാമി എല്ലാവരും വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. നിങ്ങൾക്കൊക്കെ ഒരു ടീച്ചർ ആവാനായിട്ടുള്ള ഒരു കാലിബർ ഉണ്ട്. ഇനിയൊന്നും തേച്ച് മേയ്ക്കാൻ മതി, സംഗതി കയ്യിലുണ്ട്. ഇനി ഒന്നൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ പ്രസന്റ് ചെയ്തു. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ
Next class. Thank you, thank you, sir. 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 Okay. ഒരു കാര്യം ചോദിച്ചോട്ടെ പറഞ്ഞോളൂ. സാർ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളതല്ലേ ഇത് സാറ് പഠിപ്പിക്കുന്നത് Next ഉണ്ട്. ടെക്സ്റ്റിലുണ്ടല്ലേ ഇത് നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ സാർ താങ്ക് യു കുട്ടികൾ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കൂടെ സാർ? കയറാൻ പറ്റാത്തവർക്ക് ഒരു ഹലോ സാർ, ഹലോ. അതന്ന് സാറ് മാം പറഞ്ഞിരുന്നാണല്ലോ അത് ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേരെ ആഡ് ചെയ്യാവോ അതിലേക്ക്? പറയാമോ ആരെങ്കിലും ഗ്രൂപ്പ്? 2 ദിവസമായിട്ടുള്ളൂ.